നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും ബഹുമാനിക്കെല്ലാം അന്ത്യോപചാരം വഹിച്ചുകൊണ്ട് തുടങ്ങാം. ലോക വാർത്തകളുണ്ടോന്ന്, പ്രാദേശിക വാർത്തകളുണ്ട്, പിന്നെ സംസ്ഥാന വാർത്തകളുണ്ട്. അതെല്ലാം ഒന്ന് സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഇന്ന് ഞാൻ നാളെ നീല ഞാനല്ല, ഇന്ന് ഞാൻ മൊയ്തീൻ ഷാ, അതായത് സംസ്കാര ജംഗ്ഷൻ പാലാട്ട് തമ്മൻ റോഡിൽ അവിടെ ബീവറേജ് കോർപ്പറേഷൻ കുറേ ദിവസമായാലും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത തിരക്കൊക്കെ ആയിട്ട് ഇന്ന് വെറുതെ മാനേജർ കാണാൻ എന്ന ഭാവേന ഒരു 5:30 മുതൽ 6:30 വരെ 1 മണിക്കൂർ അവിടുത്തെ കോമ്പൗണ്ടിനകത്ത് വെറുതെ വീക്ഷിച്ചു നിന്നു. അതിൽ മനസ്സിലാക്കിയ ചില സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, ഈ വരുന്ന സാധനം വാങ്ങാൻ വരുന്നതിൽ ബഹുഭൂരിപക്ഷവും വെറും സാധാരണ തൊഴിലാളികളാണ്. ഒറ്റയും തെറ്റൊക്കെ അല്പം സമ്പന്നന്മാർ വരുന്നുണ്ട്. ഈ സമ്പന്നന്മാരിൽ പോലും സാധനം വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നിരാശയുടെ അല്ലെങ്കിൽ ഒരു ചിന്തയല്ലാതെ സന്തോഷത്തിനൊന്നും കാണുന്നില്ല. എന്ന് വെച്ചാൽ അത് ഇഷ്ടപ്പെട്ടവർ കഴിക്കുന്നല്ല, പക്ഷേ അവരതിന് അഡിക്റ്റായിപ്പോയി, അത് കഴിക്കാതെ പറ്റാത്ത അവസ്ഥയായി. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായെന്നറിയാമോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അതാ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചു നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഒന്ന്, ശിവൻ അന്തോണി AK ആൻ്റണി മുഖ്യമന്ത്രി അയക്കുമ്പോൾ ചാരായം നിരോധിച്ചു. കൊട്ടിഘോഷിച്ച് വലിയ ആർഭാടമായിട്ടൊക്കെ മലയാളി സ്ത്രീകൾ കിടന്നുറങ്ങും സന്തോഷമായിട്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമൊക്കെ നടത്തി. ആ ശിവൻ ആൻ്റണിയുടെ ബുദ്ധിയില്ലായ്മയുടെയും മണ്ടത്തത്തിൻ്റെയും പ്രായോഗിക പരിജ്ഞാനക്കുറവിൻ്റെയും ഒരുപടി ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം മാത്രമാണ്. എന്തെന്ന് വെച്ചാൽ 120 രൂപ ശമ്പളം അല്ലെങ്കിൽ കൂലി കിട്ടുന്ന ഒരു തൊഴിലാളി 35 രൂപ കൊടുത്ത് 1/2 ലിറ്റർ മറ്റുള്ള ഒരു കുപ്പി ചാരായം വാങ്ങിക്കും. ഒരു താറാവ് മുട്ടയും 2 കോഴിമുട്ടയും കഴിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു 50 രൂപയിൽ തീരും. 50 രൂപ വീട്ടിൽ ഭാര്യയൊക്കെ എടുത്ത് കളിപ്പിക്കും. ബാക്കി 20 രൂപയുടെ ഒരു സിഗരറ്റോ മിഠായിയോ അല്ലെങ്കിൽ മുറുക്കാനൊക്കെ വാങ്ങിക്കും. അങ്ങനെ ഒരുവിധം സന്തോഷം സംതൃപ്തിയോടെ പോയതാണ്. അങ്ങനെ പോയിരിക്കുമ്പോഴാണ് ശിവൻ ആനയുടെ മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെ അബ്കാരി കോൺട്രാക്ടർ വേണ്ടി ചെയ്ത് കൊടുത്താന്ന് പറഞ്ഞാൽ തെറ്റില്ല, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ 35 രൂപയ്ക്ക് കിട്ടിക്കൊണ്ട ചാരായ നിരോധത്തോടി ആ ചാരായത്തിൽ കളറ് ചേർത്ത് ഒരു ലേബിൾ ഒട്ടിച്ച് ബാറ് മുതലാളിമാർ, ഇപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, 350 രൂപ ബിൽ കൊടുക്കും. ബാറിൽ കയറി കുടിക്കും 350 രൂപ വരും. ഈ ചാരായത്തിൽ കളർ ചേർത്താണ്, വേറൊന്നുമില്ല. അല്ലാതെ മദ്യത്തിൽ ഏതോ ഐറ്റം വല്ലതും ഉണ്ടോ? അപ്പോൾ തൊഴിലാളിക്കൊരു വിഷയമുണ്ടായി. 350 എടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ? 120 രൂപ കൂലി കിട്ടുന്നതിന് എങ്ങനെ 150 വാങ്ങിക്കും? അപ്പം തൊഴിലാളി വെള്ളം അടിക്കാതെ പഠിക്കാൻ പോയില്ല. അവന് 500 രൂപ കൂലി ചോദിച്ചു. അപ്പോൾ 500 രൂപ കൂലി ചോദിച്ചപ്പോൾ കൂലി കൊടുക്കില്ലെന്ന് മുതലാളി മാത്രം ഈ പണിക്ക് വിളിക്കുന്ന ആൾക്കാരും അതിൽ കുറഞ്ഞ് വരില്ല എന്നും 2 കൂട്ടർ വാശി പിടിച്ച് ഒരാഴ്ച നടക്കും. അത് ഏതുപോലെ അറിയുമോ? മിനിമം ബസ് ചാർജ് 10 പൈസ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കേരളത്തിൽ മിനിമം ബസ് ചാർജ് 10 പൈസയ്ക്ക് മുമ്പ് ആക്കിയതിന് മുമ്പ് അതിനെ കുറവായിരുന്നു. മിനിമം ബസ് ചാർജ് 10 പൈസ ആക്കിയപ്പോൾ യാത്രക്കാർ സമരം ചെയ്തു, ബഹിഷ്കരിച്ചു. സമരമൊന്നുമില്ലേ, കയറാതെ 2-3 ദിവസമൊക്കെ നടന്നത്. 3 ദിവസം കഴിയുമ്പോൾ അവർക്ക് വായിക്കാൻ പറ്റുമോ? അത് കൊണ്ട് അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. അതുപോലെ തൊഴിലാളികൾ 500 രൂപയ്ക്ക് സമ്മതിച്ചുകൊണ്ടും മുതലാളിമാർ അത് കൊടുക്കാൻ തയ്യാറായി. അങ്ങനെയാണ് പിടിച്ചത്. ആ 500 രൂപയാണ് ഇപ്പോൾ 1200, 1300, 1500 എന്ന് 2000 പേര് കരിക്കൽ മേശയ്ക്ക് 2000 പേര് കിട്ടുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി സമൂഹത്തിന്? വിലവർദ്ധന ഉണ്ടാക്കാൻ പറ്റുന്നല്ലാതെ കുറേ ബാർ മുതലാളിമാർ കോടീശ്വരനായി എന്നല്ലാതെ എന്ത് നേട്ടം ഉണ്ടായത്? ഇതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന മണ്ടത്തരങ്ങളും കഴിവില്ലായ്മയും. അത് ഏതുപോലെ ഒരു അമ്മ
ഈ കിണറുണ്ടല്ലോ, മതിൽക്കെട്ടില്ലാത്ത കിണറിൽ പന്തി എന്ന് പറയും, വട്ടത്തിൽ ഒരു കോല് വയ്ക്കും, അതിൽ നിന്നുകൊണ്ടാണ് വെള്ളമൊക്കെ മുക്കിയെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ അമ്മ തള്ള കിണറ്റിലേക്ക് വീട് പോയ വഴിക്ക് ഒരു കൈ കിട്ടി. ആ കൈ കൊണ്ട് പന്തിയിൽ പിടിച്ചു. രക്ഷിക്കാൻ വന്ന മകൻ്റെ സംഭവമായിട്ട് ആ കൈ കൊണ്ട് പോയി അമ്മ തികച്ചും കിണറ്റിൽ പോയി. അതുപോലെയാണ് ആൻ്റണി കൊടുത്ത ആ പരിഷ്കാരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടായില്ല, മാത്രമല്ല വലിയ കോട്ടമുണ്ടായി. ഒന്ന് ആലോചിച്ചു, ഈ ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞു നിരാശരാണ്. അവർ മുഖത്തൊന്നും ഒരു പ്രസന്നതയോ അല്ലെങ്കിൽ സന്തോഷമില്ല. അത് തൊഴിലാളികളുടെ മാത്രമല്ല, ഏതാണ്ട് അല്പം സാമ്പത്തിക ശേഷിയുള്ളവർ പോലും അവർ പോലും ഇതാണ്. അവർ അഡിക്റ്റ് ആയതുകൊണ്ട് അതങ്ങനെ ചെയ്തു, യാന്ത്രികമായിട്ട് ചെയ്തു പോകുന്നു. എന്താണ് കാരണം? ആരാണ് ഉത്തരവാദി? ഇന്ന് ലോകത്ത് ആകെ തന്നെ നിങ്ങൾക്കറിയാലോ, ലോകാരോഗ്യ സംഘടന പുകവലി നന്നല്ല എന്ന് പറഞ്ഞ് 100 കോടി രൂപയുടെ പരസ്യം ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അറിയുന്നുണ്ടോ? കാരണം എന്താ, 100 കോടി രൂപ പുകവലി നന്നല്ല എന്ന് പരസ്യം കൊടുക്കുമ്പോൾ ലക്ഷങ്ങൾ കോടി രൂപയാണ് സിഗരറ്റ് കമ്പനി അല്ലെങ്കിൽ മദ്യ ലോബി പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ ആ പരസ്യത്തിനിടയിൽ ഈ 100 കോടി കാണാതെ പോകുന്നു. ഏതുപോലെ ഒരു പെട്രോമൈസ് കത്തിച്ച മുറിയിൽ ഒരു മെഴുതി കത്തിച്ചാൽ മെഴുതി ശ്രദ്ധിക്കുമായിരിക്കും, അതുപോലെ. ഇനി അതിനേക്കാൾ അപകടമാണ് ഇപ്പോൾ വരുന്നത്. ചരസ് അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ ഹെറോയിൻ പോലെയുള്ള സാധനങ്ങൾ വളരെ തീവ്രമാണ്, വളരെ വിലയുള്ളതാണ്. ഇന്ന് ചേരാൽ പറവൂർ ഭാഗത്ത് കണ്ട് 4 പേരെ വെട്ടി ഒരു തൊട്ട അയൽവാസി, അവനും മദ്യത്തിനും പിന്നെ ഗുണ്ട നേതാവൊക്കെയാണ്. 3 എണ്ണം മരിച്ചു, ഒരെണ്ണം സീരിയസ് കിടക്കുന്നു. കഴിഞ്ഞ ദിവസം അമ്മയും അച്ഛനെ മകൻ വെട്ടിക്കൊന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഇതെല്ലാം അടിസ്ഥാന കാരണം ഈ മദ്യമാണ്. പക്ഷെ ഇത് നിരോധിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ സഭയൊക്കെ എത്ര കൊല്ലായി പറഞ്ഞു തുടങ്ങിയിട്ട്, പക്ഷെ അതൊരു മദ്യത്തിന് പരസ്യം പോലെ പോലാതെ ഒരു കാര്യം നടക്കുന്നില്ല. ആൾക്കാർ കൂടി വേണം. അത് ഈ ചാനൽ സിനിമ അതിൻ്റെ എവിടെ എടുത്താലും മദ്യം വിളമ്പാത്ത ഒരു പരിപാടിയില്ല. അടിയിൽ ചെറുതായിട്ട് എഴുതി വയ്ക്കും, മദ്യം ആപത്താണെന്ന്. അതാര് കേൾക്കാനാണ്? അപ്പോൾ മനുഷ്യരിൽ നല്ലൊരു ശതമാനത്തിൽ ഒന്നിനും കൊള്ളരാത്തവരാക്കി, പറ്റാത്ത ആൾക്കാരാക്കി ഈ സമൂഹം, ഈ സർക്കാരും ഈ രാഷ്ട്രീയക്കാരും കൂടി. അത് ഞാനിപ്പോൾ അനുഭവത്തിന് വിളിച്ചത്, അല്ലാതെ ചെന്ന് ഒരു ബാറിൽ കയറി അത് കയറി ചിലപ്പോൾ അവനും വെള്ളം അടിക്കാതെ. എന്നെ സംബന്ധിച്ച് അങ്ങനെ ആരും പറയില്ല, പറഞ്ഞ അവൻ്റെ കാരണത്തിന് അടിക്കുക. കാരണം എന്നെ സ്വയം നിയന്ത്രിച്ചിരിക്കുക. എന്നെ മദ്യം മേടിപ്പിക്കാൻ വേണ്ടി ഒരുത്തൻ, അവൻ്റെ വൈഫിന് ജർമ്മനിൽ ജോലിയാണ്, കോട്ടയത്തരം മാത്യു പറ്റിയാണ്. അത് 80 കാലഘട്ടത്തിൽ ഞാൻ യൗവന സമയമാണ്, 6 മാസം കൊണ്ടുവന്നത്. ഇപ്പോൾ ബാറിൽ കയറും ഭക്ഷണം കഴിക്കാൻ കയറും, പക്ഷെ അവിടെ നല്ല കരിമീൻ കറിയും പിന്നെ നല്ല മട്ടയടി ചോറും കിട്ടും. ഞാൻ പറഞ്ഞ്, മാത്യു, ഞാൻ സ്വയം നിയന്ത്രിച്ചിരിക്കുക, ആരെയും പേടിച്ചല്ല. എന്നെ നിയന്ത്രിക്കുക ആരായി ലോകത്ത് ആരുമില്ല, ദൈവവും ജനങ്ങളും ഇല്ലാതെ ആരുമില്ല. പക്ഷെ ഞാൻ സ്വയം നിയന്ത്രിച്ചിരിക്കുക എന്ത് പറഞ്ഞോടി പിന്നെ അവൻ ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മദ്യം കഴിക്കുന്ന ആളല്ല, പുകവലിക്കൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തില്ല, ഇതിനോട് ചെയ്യേയില്ല. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയും, ആത്മഹത്യ എന്ന പ്രശ്നമില്ല. എന്ത് സാഹചര്യത്തിലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല. അതുകൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, മൊയ്തീൻ ആത്മഹത്യ ചെയ്താൽ ഒരിക്കലും പറയരുത്. കാരണം ഇതിനെ ഈമാനുള്ളൊരു മനുഷ്യൻ, വെറും താഴ്മല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്ന ഒരാളാണ്, ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. വെറും കോപ്രായത്തിനൊന്നും ഇഷ്ടമല്ല. ഇതിൽ അതൊരു വിഷയം സൂചിപ്പിച്ചുള്ളൂ. മറ്റൊരു വിഷയം, ഇപ്പോൾ എലോൺ മസ്ക്, അത് ഇൻ്റർനാഷണൽ കാര്യമാണ്. എലോൺ മസ്കിൻ്റെ വീട് നാളെ തീപിടിച്ച് അതിൽ എല്ലാം പോയി. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആ സാറ്റലൈറ്റുള്ള ഉപഗ്രഹം കത്തി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ കണ്ടുപിടുത്തത് നല്ലത്, ഞാൻ തെറ്റും പറയാൻ പറ്റില്ല. അന്വേഷണ കുതുകി ആയിരിക്കണം മനുഷ്യൻ, അതും തെറ്റില്ല. പക്ഷെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഓരോ രീതി ശ്രമിക്കുമ്പോൾ പ്രകൃതി അല്ലെങ്കിൽ ദൈവം അത്ര അങ്ങോട്ട് അത് അനുകൂലം കൊടുത്തായിട്ട് കൊടുക്കാതിരുന്ന ചരിത്രങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ ഹിന്ദു സമുദായത്തിൽ ക്രിസ്ത്യൻ സമുദായത്തോടൊക്കെ നമുക്ക് പറയാറുള്ളത്, തെറ്റിദ്ധരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ദൈവം നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രകൃതി നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ സത്യം കണ്ടുപിടിക്കണം. ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് പേടിച്ച് പഠിച്ചാൽ പറഞ്ഞു, കാരണം ഒരു വിശ്വാസം കാര്യമുണ്ട്. ഈ വയസ്സുകാലത്ത് അകത്ത് പോയി കിടക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് സുപ്രീം കോടതിയിൽ റിട്ടയർഡ് ജസ്റ്റിസ് അദ്ദേഹം പറഞ്ഞു. എന്താണ് പറഞ്ഞറിയോ? ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ദൈവമാകാം അല്ലെങ്കിൽ പ്രകൃതിയാകാം.
അതിൽ കേവലം വളരെ ചെറിയ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയേക്കാൾ ചെറിയ ഗ്രഹം ഉണ്ടെങ്കിലും ഏറ്റവും ചെറുത് തന്നെയാണ്. ബട്ട് എൻ്റെ അമ്മാവൻ മുഹമ്മദ് സാറ് പഠിപ്പിക്കും, 5-ൽ ഓർമ്മയുണ്ട്, എന്നോട് ഉദാഹരണം പറഞ്ഞത് ഞങ്ങൾ പഠിപ്പിച്ചു. വലിയ ഒരു വാർപ്പ്, അരി വയ്ക്കുന്ന വലിയ ചെമ്പ് ഒരു മഞ്ചാടിക്കുരു വെച്ചിട്ട് അത് വെച്ച് മറച്ചു വെച്ചാൽ ആ മഞ്ചാടിക്കുരു സ്ഥാനം എത്ര ചെറുതായിരിക്കും, അതുപോലെയാണ് ഈ ഭൂമി എന്ന് എൻ്റെ അമ്മാവൻ. അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ളത്, സാധാരണ 7ാം ക്ലാസ് പാസ്സായി ജോലി കിട്ടിയ ആളാണ്, അന്നൊക്കെ അത് മതിയല്ലോ, പഠിപ്പിച്ചിട്ട്. അതുപോലെ ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭൂമി വളരെ ചെറുതാണ്. അതിൽ അധിവസിക്കുന്ന മനുഷ്യർ 1000 വയസ്സൊക്കെ ആയുസ്സുണ്ടായ കാലമുണ്ട്. ആധുനികയുടെ കാലത്തൊക്കെ 1000 വർഷമെന്നാണ് വയസ്സ്. അത് കുറഞ്ഞ കുറച്ചാണ് ഇപ്പോൾ 50-ൽ നിൽക്കുന്നത്. ആ 50 വയസ്സ് ആയുസ്സുള്ള നമ്മൾ എന്തിനും മതി എന്ന് ചിന്തിച്ചാൽ അതിന് ഏറ്റവും വലിയ അറിവില്ലായ്മയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിട്ടല്ല, അങ്ങനെ ഉള്ള ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രാജാവിൻ്റെ മകനാണ് ദൈവം, അല്ലെങ്കിൽ ഏതൊരു അച്ഛൻ്റെ പിതാവിൻ്റെ മകനാണ് ദൈവം എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം സത്യസന്ധതയുണ്ട് എന്ന് ബുദ്ധിയുള്ള നിങ്ങൾ ചിന്തിക്കണം. ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല, ആരും വിശ്വാസം ചോദ്യം ചെയ്യല്ല, വിശ്വാസം ആയിക്കോട്ടെ, പക്ഷെ സത്യം കണ്ടുപിടിക്കണം. അതാണ് മനുഷ്യധർമ്മം, മാനവധർമ്മം. സത്യമേത്, മിഥ്യേത്, തെറ്റേത്, ശരിയേത്, നല്ലത്, ചീത്തയത്, അതൊക്കെ സ്വയം തിരിച്ചറിയാനുള്ള ഒരു വിവേചനാധികാരം അല്ലെ വിവേക ബുദ്ധി മനുഷ്യർ തന്നിട്ടുണ്ട്. മൃഗങ്ങളില്ലാത്തതാണ് ആ ബുദ്ധി, മൃഗങ്ങൾക്ക് അതില്ല, മനുഷ്യൻ മാത്രമാണ് ആ ബുദ്ധിയുള്ളൂ. അത് വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ തെറ്റിദ്ധാരയൊക്കെ മാറും. മറ്റേ ഈ ആൾ ദൈവങ്ങൾ, ഇപ്പോൾ ഒരു ആൾ ദൈവത്തെ ഇന്നിപ്പോൾ ഏതാണ്ട് ആൾ ദൈവത്തിൻ്റെ സൃഷ്ടി നടന്നു കഴിഞ്ഞു. നിങ്ങൾ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ ഇന്നുള്ള ലോകത്ത് ഉള്ള ഏതെങ്കിലും ആൾ ദൈവത്തിന് വിചാരിച്ചാൽ ഞാൻ ഒരു ഒറ്റ രൂപ തൊട്ട് ഇന്ത്യ ഗവൺമെൻറ് അടിച്ചിറക്കുക, ഒറ്റ രൂപ തൊട്ട് നോട്ടടിക്കുക ഇന്ത്യ ഗവൺമെൻറ്, മറ്റ് ആ 2 രൂപയ്ക്ക് മുകളിലുള്ള അടിക്കുന്നത് റിസർവ് ബാങ്ക് കൂടെ, അങ്ങനെ ഉണ്ട്. അതുപോലെ ഒറ്റ രൂപ അതുകൊണ്ട് സർക്കാർ ഗവൺമെൻറ് നേരിട്ടടിക്കുന്നതാണ് എൻ്റെ അറിവ്, തെറ്റടിച്ച് ക്ഷമിക്കണം. ഒറ്റ രൂപ തൊട്ട് അത് തരും ഒരു നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വഹിക്കും. അവിടുന്ന് അതിനെ ഒന്ന് അനക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ആൾ ദൈവമോ ഏതെങ്കിലും പുണ്യവാളന്മാരോ ഏതെങ്കിലും ദിവ്യന്മാരോ ഇന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ പറയുന്ന സമാധാനം ചെയ്യാം ആരുമില്ലെന്നാണ് നമ്മൾ മനഃശാസ്ത്രപരമായ ഫിലോസഫിക്കൽ ആൻഡ് ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അള്ളാഹുവിൽ അങ്ങേറ്റം, ദൈവത്തിൽ അങ്ങേറ്റുള്ള വിശ്വാസം ഉറപ്പിച്ച് പറയണം. അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ശക്തി ലോകത്തുള്ളതായിട്ട് തോന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണത്. ഞങ്ങൾ പറയും ഇല്ലെന്ന് പറയും, അപ്പോൾ നിങ്ങൾ തെളിയിക്കാം. അപ്പോൾ ആൾ ദൈവത്തിന് എന്ത് പ്രസക്തി? അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, PC ജോർജിൻ്റെ കാര്യം പറഞ്ഞാൽ അതിന് പ്രചരണം കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നത്. PC ജോർജിൻ്റെ കേസ് വന്നിട്ട് ഏതായാലും 5-ാം തീയതി 6-ാം തീയതി എന്ന് പറയും, ഒരിക്കൽ കൊണ്ട് 5-ാം തീയതി, ഒരിക്കൽ 6-ാം തീയതി, 6-ാം തീയതി കൂട്ടിക്കോ. ഇന്ന് 17-ആണ്, ഞാൻ കാലം 17. അപ്പോൾ എത്ര ദിവസമായി? 6, 16, 10, 11 ദിവസം. ഇത്രയും നികഷ്ടവും നിന്ദ്യവും നിഷ്കണവും നിഷ്ഠൂരവുമായ ഒരു പ്രസ്താവന നടത്തിയിട്ട് നമ്മുടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് എന്ത് നടപടിയാണ് അതിന് എതിരെ എടുത്തതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ ഒരു ശ്രോതാവ് പറയാണ്, ഇനി വേണ്ടത് PC ജോർജിനെ കുറിച്ച് നടപടിയെടുക്കുക എന്നല്ല, പിന്നെ വേണ്ടേ മുഖ്യമന്ത്രി രാജിവെക്കാനും പറയും, ശരിയാൻ പാടില്ല. ആഭ്യന്തര കൈകാര്യം മന്ത്രി ആരാണോ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നാ പറഞ്ഞുള്ള ഒരു കേരള വ്യാപകമായിട്ടുള്ള ഒരു മുറവിളി എല്ലാവരും ചേർന്ന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നും ഇത്രയും നീട്ടമായ പ്രവൃത്തി വന്നിട്ട് ഒരു നടപടിയെടുക്കാൻ കഴിവില്ലാത്ത ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ മനുഷ്യൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് യുക്തിയുടെയും തീരുകയും ഞാൻ പറയുന്നില്ല, ഞാൻ പറയാൻ എനിക്ക് അതിൻ്റെ വലിപ്പമൊന്നുമില്ല. ആഭ്യന്തര രാജിവെക്കാൻ പറയാനുള്ള വലിപ്പമൊന്നും എനിക്കും എൻ്റെ സംഘടനക്കും ഇല്ല. പക്ഷെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യം ഇതാണ്, ഇങ്ങനെ മുഖ്യമന്ത്രി അല്ല ആഭ്യന്തരമന്ത്രി രാജിവെക്കുക എന്നാണ് ഇനിയുള്ള പോയിന്റ്. അല്ല PC ജോർജിയുടെ നടപടിയെടുക്കാന്നല്ല. കാരണം സ്വമേധ കേസാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പറയുന്നവർക്ക്, പ്രസ്താവന നിൽക്കുന്നവർക്ക് സ്വമേധയാ കേസെടുക്കാൻ പോലീസിനും കോടതിക്കും ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതി. സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതിന് ആരും അനുവാദം വേണ്ട. അത് എടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം
വളരെ ചിന്തിക്കണം. ഞാൻ പറയും, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇതൊരു ശാസ്ത്രീയ കൂട്ടായ്മയാണ്, ഇതൊരു ഫിലോസഫിക്കൽ തത്വജ്ഞാനപരമായ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയാണ്. അത് പറയുന്നതിൽ ഒരിക്കലും തെറ്റില്ല. അത് പറയുന്ന റിസൾട്ട് എൻ്റെ വായി കൂടി പറയുന്നു എന്നല്ല എൻ്റെ അല്ല ഇതൊന്നും. എനിക്കത് പറയാൻ കഴിവില്ല. ഞാൻ ഒരു സാധാരണ മനുഷ്യൻ, ഒരു ഗ്രാമത്തിൽ ജനിച്ചൊരു അധ്യാപകൻ. അവർ പറയുന്നറിയോ, ഇത് ഇസ്രായേലിലെ ഇന്നിപ്പോൾ പിണറായി സഖാവിനെ പിണറായി ഗവൺമെൻറ് വിലക്കെടുത്തിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ലോബിയാണ്. അല്ല വിശ്വ പരിശുദ്ധം അല്ലെങ്കിൽ സംഘപരിവാറല്ല. പക്ഷേ ഇന്നത്തെ രീതിയിൽ സംഘപരിവാറിൻ്റെ ആശയവും ഇസ്രായേലിൻ്റെ ആശയവും നമ്മൾ ഏതാണ്ട് ഒരു താരതമ്യം ഉള്ളതുകൊണ്ട് ഇനി അതുകൂടി ചേർക്കാമെന്നുള്ളൂ. വാസ്തവത്തിൽ കളിക്കുന്ന ഇസ്രായേലാണ്. അത് കളി ഗൗരവമല്ലേ. 10% മാത്രം ജനസംഖ്യയുള്ള കേരളത്തിലെ ക്രിസ്ത്യൻസിൻ്റെ വോട്ടിന് വേണ്ടി ഈ സഖാവും പിണറായി സഖാവും ഒക്കെ എന്തെല്ലാം ആനുകൂല്യമാണ് കൊടുക്കുന്നത്. എത്ര ആനുകൂല്യമാണ്. ഈരാറ്റുപേട്ടയിൽ തൊടുവഴിയിൽ ഒരു സ്കൂളിൽ മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഏത് ഹിന്ദു കുട്ടികളും കൂടി ചെയ്ത ഒരു അവസാന ദിവസത്തെ ബൈക്ക് റാലിയിൽ ഒരു സംഭവം ഉണ്ടായിട്ട് അങ്ങനെ തന്നെയാണ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിട്ടും അതൊന്നും പറയാതെ പോലീസിൻ്റെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിണറായി സഖാവ് പറഞ്ഞതറിയോ, അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞ ഒരാളെ കൊടുത്ത് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി തെറ്റിപ്പോയി. അതൊരു പിണറായി സഖാവ്. അതുപോലെ മട ഇഷ്യൂ ഏതാണ്, മുനമ്പന്തു ഇഷ്യൂ. ഇതിലേക്ക് ഇപ്പോൾ ഹണി റോസ് ക്രിസ്ത്യാനിയാണ്, പക്ഷേ ബോച്ചയും ക്രിസ്ത്യാനിയാണ്. വോട്ട് കിട്ടി ഹണി റോസ് സപ്പോർട്ട് ചെയ്യില്ല, ബോച്ച് സപ്പോർട്ട് ചെയ്യില്ല. 10 വോട്ട് ക്രിസ്ത്യാനി കിട്ടാൻ വേണ്ടി ഹണി റോസ് പറഞ്ഞ ആ കേസ് ഇപ്പം പുറത്ത് പറയുന്നത് ആ കേസ് അവർ കൊടുത്തൊന്നുമില്ല. അത് PC ജോൻ്റെ വിഷയം വന്നപ്പോൾ അതിന് മറച്ചു വയ്ക്കാൻ വേണ്ടി ഹണി റോസിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചാണെന്നൊരു ചിന്ത പുറത്ത് വരുന്നുണ്ട്. കാരണം ഇത് ഏതോ മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഞങ്ങൾ സംഘടന അന്നും ഇന്നും പറയുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് 100% തെറ്റാണ്, കടുത്ത ശിക്ഷ കൊടുക്കണം. ഹരാസ് ചെയ്യുന്നത് വാക്കാൽ ഹരാസ് തെറ്റ്, അതും ശിക്ഷ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്താലും അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് അല്ലെങ്കിൽ ആ ഇതിൽ ഇരയായ വ്യക്തിക്ക് ബോധം വരുന്ന കാലം വരും. ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല, പറ്റില്ല. അപ്പോൾ അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് അല്ലെങ്കിൽ ആ കുട്ടി ആ ഇരയ്ക്ക് ബോധം തെളിയുന്നത് വരും. ബോധം ചെയ്യുന്നതിൽ ആ ഇരയല്ല ചെയ്യുന്ന ഇരയുടെ ആൾക്കാരാണ് ചെയ്യുന്നത് എങ്കിലും നമുക്കൊരു എക്സെപ്ഷൻ എന്തെങ്കിലും അങ്ങനെ കൊടുക്കാം, ബോധം തെളിയുന്നതിന് കൊടുക്കാം. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ബോധം തെളിയാൻ പറയും. അതല്ലാതെ 2, 3, 5, 10, 20 വർഷം കഴിയുമ്പോഴാണ് സംഭവത്തിന് ഇപ്പോൾ കേസെടുക്കാതെ നമ്മുടെ ജയിലുകൾ കോടതിയിൽ നിറഞ്ഞു പോകും, സ്ഥലമില്ല. ഇപ്പോഴത്തെ 100 പേർക്ക് ഉൾക്കൊള്ളാവുന്ന ജയിലുകളിൽ 200 പേര് ഉൾക്കൊള്ളുണ്ടെന്ന് പറഞ്ഞത്. ഇരട്ടി കൂടുതലാണ്. ഇവർക്കെല്ലാം ചെലവ് കൊടുക്കണ്ടേ, സുഭിക്ഷമാണ്. മട്ടൻ കറി, ബീഫ്, ചിക്കൻ, ഫിഷ്, വെജിറ്റബിൾ 5ഉം ചേർന്നുള്ള ഇതാണ്. നമ്മൾ വീട്ടിൽ പോലും കഴിക്കാൻ പറ്റില്ല. സാധാരണക്കാരെ, നമ്മളൊക്കെ ഒരു സാധാരണക്കാരെ, വലിയ പണക്കാരിൽ നമുക്കൊരു 5 ദിവസം കൃത്യമായിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ഇത് ജയിൽ പുള്ളി കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ഫണ്ട് വിടുന്ന. അപ്പോൾ ശിക്ഷ വിധിക്കുമ്പോൾ ഒരുവിധം കേസിൽ കൊല്ലേണ്ട കേസിൽ കൊന്നു തന്നെ കളഞ്ഞാൽ ഇടപാട് തീർത്തേക്കണം. പിന്നെ ജയിലിൽ കൊണ്ടുപോയി സംരക്ഷണം. ഇപ്പോൾ മറ്റേ ഒരു കള്ളനും കൊണ്ടുപോയിട്ട് അവൻ ഇപ്പോൾ രാജകുമാരനെ പോലെ നിൽക്കാണ്. ഇപ്പോൾ വളഞ്ഞൊത്തി തേടി കിടന്നവരൊക്കെ ഇപ്പോൾ രാജകുമാരനെ പോലെ. കാരണം 3 നേരം സുഭിക്ഷ പക്ഷല്ലേ, പോലീസ് പിന്നെ ഹെൽത്ത് ചെക്കിങ് അല്ലാണ്ട്. ജയിൽ പുള്ളികൾക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷേ ഇതിനൊക്കെ സുഭിക്ഷ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആർക്കാ ഇരിക്കും താല്പര്യമുണ്ടല്ലോ. ഈ വയസ്സാലത്ത് തന്നെ അവിടെ നടക്കണോ എന്തെങ്കിലും ഭക്ഷണം. ആ വയസ്സായിട്ട് മുമ്പിൽ ഒരു കല്ലെറിഞ്ഞാൽ കൊണ്ടേ വിട്ടോളൂ, 10 വർഷത്തേക്ക് 5 വർഷത്തേക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. അത് ജയിൽ വാസം എന്നാണ്. അത് ജയിൽ ശിക്ഷ തന്നെ ആയിരിക്കണത്. ഇപ്പം ശിക്ഷയല്ല, സുഖവാസമായിട്ട് മാറിയിരിക്കാം. എന്തുകൊട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു കേസ് മാത്രമല്ല, പല കേസും ഇങ്ങനെയുള്ള കേസിനെക്കുറിച്ച് നമ്മൾ അന്ന് കോടതിയോടും പോലീസോടും സർക്കാരോടും പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പെൺകേസിൽ കുറ്റവാളിയാണ് എന്ന് കോടതി പറയുന്നതുവരെയും അയാളുടെ പേരിൽ കുറ്റം ചുമത്തരുത്. കോടതി വെച്ചറിക്കൽ ഓക്കെ പറഞ്ഞു. മറ്റൊന്ന്, ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ പോലീസ് എല്ലാ വർഷവും ചിന്തിച്ച് വോട്ട് ചെയ്യുക, കേസ് ചാർജ് ചെയ്യാവുള്ളൂ. കേൾക്കൊന്നും ചാർജ് ചെയ്യാൻ പാടില്ല. അതുപോലെ കോടതിയോട് വരികൾക്കിടയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ വിവേചനാധികാരവും വിവേചന ബുദ്ധി ഉപയോഗിച്ച് വേണം വിധി പ്രഖ്യാപിക്കാൻ. നിങ്ങൾ കേസ് 90% കൃത്രിമമാണ്.
കുറ്റവാളികൾ ശിക്ഷ അനുഭവിച്ചവർ പലരും നിരപരാധികളുണ്ട്, കൊലക്കേസിലുണ്ട്. കൊലക്കേസ് മാത്രമല്ല, പെണ്ണ് കേസ്, പെരുമ്പാലും ജിഷ വധക്കേസ്, വധം മാത്രമല്ല പെണ്ണ് കേസുകളുണ്ട്. അവൻ്റെ ബലാത്സംഗം ഇത് കൊന്നൊക്കെയാണല്ലോ. അങ്ങാ പയ്യനല്ലെന്ന് കോടതി എല്ലാവരും പറയുന്നു. ഇപ്പോൾ അവൻ ജയിലിൽ കിടക്കാണ്. പണ്ട് ചൈനയിൽ സംഭവം ഉണ്ടായി, ഒരുത്തിന് ജയിൽ ശിക്ഷ വെച്ച് തൂക്കി കൊന്നു. 22 വർഷം ഇപ്പോൾ കോടതി പറയണം അവൻ കുറ്റവാളിയല്ലെന്ന്. തിരിച്ചെടുക്കാൻ പറ്റുമോ? ഈ സമയം ജയിലിൽ മാത്രം ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പെൺ വിഷയം, പെൺ കേസ്, ഇത് വേറൊരു കാര്യം. ഞാൻ പണ്ട് മറ്റേ പെണ്ണിൻ്റെ കേസ് വന്നപ്പോഴല്ലോ, അപ്പോൾ 100 ദിവസം 200 ദിവസമായിട്ട് ബലാത്സംഗം ചെയ്തു നടന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ചോദിച്ച്, ഒരു പെൺകുട്ടിയെ ഒരു പ്രാവശ്യം ബലാത്സംഗം ക്ഷമിക്കാം, അല്ലെങ്കിൽ ഒരു ടൈം 2 പ്രാവശ്യം പണിയെടുക്കാം. പക്ഷേ ഈ 100 ദിവസം കൂടുമ്പോൾ ഇവർക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന പോലീസ് അറിയിക്കാൻ സംവിധാനം ഇല്ലേ? ഒരു സംവിധാനം. ഒരു പെൺകുട്ടിയെ കാണാതെ വന്ന് ആ വീട്ടുടമസ്ഥയ്ക്ക് അല്ലെങ്കിൽ വീടിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവകാശികൾക്കും പരാതിപ്പെടാൻ പാടില്ല. ആ കുട്ടി ഇങ്ങനെ അവർ ബ്ലോക്കായി പോയെങ്കിൽ പരാതിപ്പെടാൻ പാടില്ലേ? ഇതൊന്നിൽ 100 ദിവസം അവസാനം ആ കുട്ടിയുടെ പേരിൽ കേസായി, മറ്റേതായി പല മാന്യന്മാരും കേസിൽപ്പെട്ട് ചില മാന്യന്മാരിൽ പുറത്ത്. അതിൽ പണവും കഴിവുള്ള മാന്യന്മാരെല്ലാം സുന്ദരമായിട്ട് പുറത്തു വന്നു, പാവപ്പെട്ടവർ കുടുങ്ങി. ഇന്ന് കോട്ടയം ജില്ലയിൽ ഒരു പെൺകുട്ടിയെ 62 പേരോ 5 വർഷം 6 വർഷമായിട്ട് പറയുന്നതാണ് പോലിത്. 6 വർഷമായിട്ട് ഒരു പെൺകുട്ടിയെ ബലാത്സംഗിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയാണിത് പറയുന്നത്? എങ്ങനെ സംഭവിക്കുന്നത്? ആ പെൺകുട്ടി അച്ഛനും അമ്മയില്ലേ? വീട്ടിൽ പോവില്ലേ? വീട്ടിലില്ലേ? അവനൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു മുഖത്ത് വ്യത്യാസം വന്നാൽ അത് അറിയണമല്ലോ അച്ഛനമ്മയും. അതറിയാത്ത അച്ഛനമ്മ ഉണ്ടെങ്കിൽ അവൻ മണ്ടന്മാരാകില്ലേ? എനിക്കൂടല്ലേ മക്കൾ, നമ്മളറിയണ്ടേ? അതുപോലെ എന്നിട്ട് 6 വർഷമായിട്ട് 5ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. വളരെ 6 വർഷമായിട്ട് 1062 പേര് ബലാത്സംഗം ചെയ്ത കേസ്, ലൈംഗിക വേഷാർത്ഥിയൊക്കെ. അതാ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അതൊന്നും അറിയാൻ സംവിധാനം നമ്മുടെ പോലീസിനില്ലേ? ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യം, നമ്മൾ ഇങ്ങനെ പെൺ കേസിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ആ സമയത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഇരയ്ക്ക് ബോധം തെളിയുന്നവർ, മാക്സിമം ബോധം തെളിയുന്നവർ കൊടുക്കുക. അല്ലാതെ 6 വർഷം 10 വർഷം. ഞാൻ പറഞ്ഞില്ലേ, കാർത്തിക് നമ്മുടെ മന്ത്രി നല്ല മനുഷ്യമായിരുന്നു. അവിടെ 25-30 വർഷം മുമ്പ് ഒരു സ്ത്രീ എന്താണ് ഒരു നേഴ്സായിട്ട് എന്തോ പ്രേമുണ്ടായിട്ട് അവർ ബേസ് കൊടുത്ത് ആ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചും മരിച്ചും. കാരണം നമ്മുടെ റെസിസ്റ്റൻസ് പവർ കുറയും. ഉമ്മൻചാണ്ടി സാറ് ഒരു കുഴപ്പമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് ആ കേസ് ഈ തടിയൻ ജോർജാണ് പരസ്യമായിട്ട് പറഞ്ഞത്. ഞാൻ കണ്ട് മടിയിലിരുത്തി ലൂക്കി കൊടുത്തിരുത്തത്, എടോ തടിയൻ ജോർജ്, നീയൊക്കെ അത് അനുഭവിക്കാതെ പോയി ലോകത്തുനിന്ന്. അതാണ് ഇപ്പോൾ കാണുന്നത്, വെള്ളം കുടിക്കാൻ പോകുന്നത്. എന്തുമാകട്ടെ, ഇപ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ജോർജ് എന്നെ ഒരു സ്ത്രീയെ ബലാത്സംഗം നമ്മളെന്തിന് കുറ്റപ്പെടുത്തിയാണ് പരസ്യമാക്കുന്നത്? അത് അന്വേഷിക്കട്ടെ. ഇത് മുഖ്യമന്ത്രിക്ക് കേരള സ്വാധീനം താൻ എന്തോ പറഞ്ഞത്? ഞാൻ നേരിട്ട് കണ്ടു എന്നല്ലേ പറഞ്ഞത്. അതിനെ പറ്റില്ല എല്ലാം പറ്റുമോ? അത്ര വിശ്വാസം ഇട്ടല്ലേ ആ ഉമ്മൻചാണ്ടി സാർ അത്ര പെട്ടെന്ന് മരിക്കാൻ കാരണം? ആ ഒരൊറ്റ ടെൻഷനിൽ. കാരണം തകർന്നു പോവില്ലേ? മാന്യമായിട്ട് ജീവിക്കുന്ന മുഖ്യമന്ത്രിക്ക് അങ്ങനെ വന്ന് തകർന്നു പോകില്ല. അല്ലെങ്കിൽ അത്ര വലിയ മനക്കരുത്ത ഒരു കൊള്ളാത്ത ആളൊന്നും അല്ലാതെ സാധാരണ മനുഷ്യരായത് അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ റെസിസ്റ്റൻസ് പവർ, പ്രതിരോധ ശേഷി കുറയും. സൈക്കോളജിയാണിത്. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നതാണ്, ഞാൻ പറയുന്നല്ല. ആധുനിക ഫിലോസഫി പറയുന്നതാണ്. റെസിസ്റ്റൻസ് പവർ കുറയും, അപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും, ആ രോഗം കയറി വരും. അങ്ങനെ മൂർത്തിൽ അങ്ങനെ പലരും ഉണ്ട്. അതുകൊണ്ട് ആലുവയിൽ ഡോക്ടർ പാതിരക്ക് ആലുവ പോയി വീണ്ടും മരിച്ചിട്ടുണ്ട്. ഏതൊരു നേഴ്സ് പെണ്ണം കണ്ടു അതുപോലെ ഞാൻ പരാതി കൊടുക്കാണ്ട് പറഞ്ഞു, തമാശ വഴിയിൽ പറഞ്ഞായിരിക്കും, ഇദ്ദേഹം കാര്യത്തിലെടുത്ത് ഭാര്യ മക്കളുടെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളാണ്. അത് താങ്ങാൻ പറ്റിയില്ല, പാതിരക്ക് എഴുതിട്ട് ആലുവ പോയി മരിച്ചിടുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ. ഇത് മനസ്സിലാക്കണം. ഇവരുടെ സുരക്ഷയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുവരും. നമ്മുടെ സെയ്ഫ് ഖാൻ 100 കോടിയുടെ സ്വത്തുള്ള ആളാണ്. എത്ര സംരക്ഷണമുള്ള ആൾ. എന്നിട്ടും ഒരു കള്ളൻ ബന്ധം കുത്തി 5-6 കുത്തി ഇപ്പോൾ ഹോസ്പിറ്റലിൽ 2-3 ഓപ്പറേഷൻ കിടക്കുകയാണ്. അദ്ദേഹം 101 കോടി. മറ്റൊരു ഒരാളാണ് ദിലീപ് കുമാർ. വിഭജിച്ചപ്പോൾ ആ സ്ഥലം പാകിസ്ഥാനിലെ ജയിച്ച സ്ഥലം. പക്ഷെ അദ്ദേഹം നേരത്തെ ബോംബെയിലേക്ക് വന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഒരു മുസ്ലിമാണ്. എന്നിട്ട് ആ പേരിട്ട് ഇവിടെ ഓടാൻ പറ്റില്ലാണ്ട് ദിലീപ് കുമാർ പേരാക്കി നല്ല മുടിച്ചൂടാൻ മന്നായിരുന്നു. 1000 കോടിയുടെ സ്വത്തുണ്ടായിരുന്നു. മക്കളില്ല, അത് മുഴുവൻ സർക്കാരിലേക്ക് പോയി.
ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എത്ര കോടിയുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യപ്പോൾ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേരിൽ നിങ്ങൾ മരിച്ച ശേഷം ചെയ്യുന്ന ആര് വിചാരിക്കട്ടെ. അപ്പം പ്രേം നസീർ ഇന്നലെ 16-ാം തീയതി മിനിയാന്ന് പ്രേം നസീറിൻ്റെ 36 ചരമദിനമൊക്കെ ആയിരുന്നു, ചരമ വാർഷിക ദിനം. പക്ഷെ ഒരു ബെസ്റ്റ് പോലും തെരുവേൽ ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം സഹായിച്ച ആൾക്കാർ എത്രയുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവർക്കും ചെയ്യാൻ പാടില്ലേ. ഞാൻ ആ ഒരു ഉപദേശം പറഞ്ഞു, ഇങ്ങനെ സഹായിച്ചവരെ പേരെടുത്തിട്ട് നിങ്ങളെങ്കിലും കരുതി കൂട്ടി ഒരു ബസ് സ്റ്റോപ്പ് പോയി എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാക്കില്ല. അപ്പോൾ മമ്മൂട്ടി, ഞാൻ പറഞ്ഞു മമ്മൂട്ടിയെ കുറിച്ച് ബുദ്ധി പറയും, എനിക്ക് ചെറിയ ബന്ധമുള്ള പരിചയമുള്ള ആളുകൾ. അതായത് ആ ചെമ്പിലെ മനുഷ്യരാണ്, കണ്ടെത്ര കാണി ജനിച്ച നാട് പൊന്നാടാണ്. ആ നാട്ടിലുള്ള ചെമ്പിലുള്ള തറവാട് പുള്ളി വിറ്റ് കാശിന് ആവശ്യമായിട്ടാണോ? എന്ത് പുള്ളി ലാഭം കണ്ട്? എടോ മമ്മൂട്ടി സാഹിബേ, നിങ്ങൾക്ക് ഇന്നലെ നാളും മരിക്കും, ഞാനും മരിക്കും. നിങ്ങൾ ഈ പണം എല്ലാം എന്തെങ്കിലും പാവപ്പെട്ടവനോ ഉമ്മാടി വാപ്പയുടെ പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുക. നിങ്ങൾക്ക് മരിച്ചാൽ നിലനിൽക്കും. അത് കണ്ട് ബുദ്ധിമാനൊക്കെ ഗൗരിയമ്മ ജീവിച്ചിരിക്കാൻ അവർ ഓർമ്മക്കായിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി. അവർക്കറിയാം മരിച്ച ശേഷം ഒരു തെണ്ടി ഒന്നും ചെയ്യില്ല എന്ന്. അപ്പോൾ ജീവിച്ചിരിക്കാനല്ല അവർ പേരിൽ. ഇപ്പോൾ ഈ കുഞ്ഞാലു നഗർവരുണ്ട് ഈ കുഴിയിൽ പിടിക്കുക, അത് കുഞ്ഞാക്കയുടെ പേരിലാന്ന് എനിക്ക് സംശയം ഉണ്ടെങ്കിലും അങ്ങനെ അതൊക്കെ ചെയ്യേണ്ടത്. മരിച്ച ശേഷം ഒരു വട്ടി തട്ടി തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് സമയം തീരാൻ പോകണം, എൻ്റെ വാക്ക് നിർത്താൻ പോകണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ 1000 കോടിയൊക്കെ സർക്കാർ എടുത്തോണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പണം എടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള കഴിച്ച് ബാക്കി കുടുംബത്തെ ബാക്കി സംരക്ഷിക്കുക. ബാക്കി കൊടുത്ത് എന്തെങ്കിലും ഒരു അനാഥ മന്ദിരമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെയും പേരിൽ തുടങ്ങി 10 പേർക്ക് ഒരു ഉപകാരം ചെയ്യുക. അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുപോകും. സർക്കാർ കൊണ്ടുപോയി കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ ഖജനാവിലേക്ക് പോവാണ്. പക്ഷെ അതല്ലല്ലോ, അത് പോയാൽ ആർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇത് നിങ്ങളുടെ ആൾക്കാർ, ഞാൻ മായാവതിയോട് പറഞ്ഞു, എത്ര 1000 കോടി രൂപ മുടക്കി ആനപ്രതിമ ഉണ്ടാക്കി, അവളുടെ പ്രതിമ ഉണ്ടാക്കി, കാൻഷാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി, അംബേദ്കറുടെ ഒക്കെ ഉണ്ടാക്കി, ആനച്ചിഹ്നം ഉണ്ടാക്കി. ആ സ്ഥാപനം ആ പൈസ കൊണ്ട് അവരുടെ സമുദായത്തിൽപ്പെട്ടവർക്കെങ്കിലും നല്ല മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ 14 ലക്ഷം വീട് വെച്ചു കൊടുക്കുക. എന്ത് ഉപകാരമായിരുന്നു. ഇപ്പോൾ ഇത് രാഷ്ട്രീയത്തിനും പുറത്തായി BJP ഹരാസ് ചെയ്ത് BJP പേടിപ്പിച്ച് ഇപ്പോൾ ഒന്നുമില്ലാത്തവർ നിൽക്കുകയാണ്. പക്ഷേ കാൻഷാം നല്ല ഉദ്ദേശം തുടങ്ങിയാണ്. ഞാൻ കാൻഷാമിന് ഇഷ്ടമാണ്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.